നമസ്കാരം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വരുമാന നഷ്ടത്തിൻ്റെ കണക്ക് സർക്കാർ സമർപ്പിച്ചിരിക്കുകയാണ്. സൗജന്യ യാത്ര നടപ്പാക്കിയാൽ KSRTCക്ക് വൻ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സ്ഥിരമായി ടോൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇറാനും ഒമാനും ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വശത്ത് മധ്യസ്ഥർ മുഖേന ചർച്ച നടക്കുമ്പോൾ മറുവശത്ത് പ്രകോപനം തുടരുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വരുമാന നഷ്ടത്തിൻ്റെ കണക്ക് സർക്കാർ സമർപ്പിച്ചു. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം ഏകദേശം 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സിറ്റി ഫാസ്റ്റ് ബസ്സുകളും ഉൾപ്പെടുത്തിയാൽ നഷ്ടം അത് 65 കോടി രൂപയായി ഉയരുകയും ചെയ്യും. ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ പദ്ധതി നടപ്പാക്കിയാൽ പ്രതിമാസ നഷ്ടം 90 കോടിയാകുമെന്നും റിപ്പോർട്ടുണ്ട്. എല്ലാ വിഭാഗം ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ അത് 112 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 3 മാസത്തെ വരുമാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സ്ഥിരമായ ടോൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇറാനും ഒമാനും ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട്. ഹോർമൂസിൽ സുസ്ഥിരമായ സുരക്ഷയും സുരക്ഷിതമായ സമുദ്ര ഗതാഗതവും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് രൂപീകരിക്കാനാണ് ചർച്ചകളെന്നാണ് റിപ്പോർട്ട്. ഇറാൻ US ഇസ്രായേൽ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സങ്ങൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലുള്ള സ്ഥിരമായ നികുതി സംവിധാനം നടപ്പിലായാൽ അത് ആഗോള എണ്ണവില ഉയരാൻ കാരണമാകും. കപ്പൽ കമ്പനികൾക്ക് ട്രാൻസിറ്റ് ചാർജുകൾ നൽകേണ്ടി വരുന്നത് ചരക്കു നീക്കത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും കാരണമായേക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വശത്ത് മധ്യസ്ഥർ മുഖേന ചർച്ച നടക്കുമ്പോൾ മറുവശത്ത് പ്രകോപനം തുടരുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പൽ ഉപരോധത്തിലൂടെ ഹോർമൂസ് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം US സൈന്യം പിടിച്ചെടുത്തെന്ന് ട്രംപ് പറയുന്നു. അടുത്ത ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാഗമായ യുറേനിയം പിടിച്ചെടുക്കാനാണെന്നും ട്രംപ് വെളിപ്പെടുത്തി. യുറേനിയം വിട്ടു നൽകില്ലെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യസ്ഥരായ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തി ചർച്ചകൾ തുടരുന്നതോടെ വെടിനിർത്തൽ പ്രതീക്ഷയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിവ് തുടർന്നാൽ കരാറിന്റെ കാര്യം ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് 3 നിർദ്ദേശങ്ങൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഇത് നേരിടുന്നതിനായി ഭരണപരമായ കാര്യങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നതാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ നിർദ്ദേശം. സർക്കാർ ഫയലുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ചുവപ്പ് നാടകളില്ലാതെ നടപടികൾ ലളിതമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ മന്ത്രിമാർ മുൻഗണന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ആഗോള ഇന്ധന വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടുന്നത് കണക്കിലെടുത്ത് ബദൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിനായി അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി E100 ഫ്ലെക്സ് ഇന്ധനത്തിൻ്റെ ലഭ്യത വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം E100 ഇന്ധനം ലഭിക്കുന്ന 5000 പമ്പുകൾ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 5000 പമ്പുകളിലെ ആദ്യ ബാച്ചായി കണക്കാക്കുന്ന 150 പമ്പുകൾ അടുത്ത 1 മാസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്നാണ് സൂചന. ഡൽഹി, മുംബൈ, പൂനെ, നാഗ്പൂർ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യ E100 പമ്പുകൾ. 6 മാസം മുതൽ 1 വർഷത്തിനിടെ ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും E100 ഇന്ധന ലഭ്യത ഉറപ്പാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഫ്ലെക്സ് ഇന്ധനം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ റോഡ് മാപ്പ് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾക്കും
ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പിൽ 101 അംഗങ്ങൾ തിരുവഞ്ചൂരിന് വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ട് ലഭിച്ചു. NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ 3 വോട്ട് നേടി. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടൈം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യം വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയിലെ സഭാ സമ്മേളന നടപടികൾ അവസാനിക്കും. രാജ്യസഭയിൽ ഒഴിവ് വരുന്ന 24 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. ഫലം അന്നു വൈകിട്ട് 5 മണിക്ക് പ്രഖ്യാപിക്കും. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി ജൂൺ 21 മുതൽ ജൂലൈ 19 വരെയുള്ള വിവിധ തീയതികളിലാണ് പൂർത്തിയാകുന്നത്. ഈ ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. മല്ലികാർജുൻ ഖാർഗെ, HD ദേവഗൌഡ, ദിഗ്വിജയ് സിംഗ് തുടങ്ങിയവരാണ് വരും ദിവസങ്ങളിൽ കാലാവധി പൂർത്തിയാക്കുന്ന പ്രമുഖ രാജ്യസഭാ അംഗങ്ങൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 8. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 11. വോട്ടെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും ജൂൺ 18 തന്നെ നടക്കും. ജൂൺ 20 തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുകയും ചെയ്യും. സുനേത്ര പവാർ രാജിവെച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ നിന്നും CV ഷൺമുഖം രാജിവെച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും ഒഴിവുവന്ന 2 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ജൂൺ 18 നടക്കും. ഒമാനിലെ സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും ജീവനക്കാരുടെ മെയ് മാസത്തിലെ ശമ്പളം മുൻകൂറായി നൽകണമെന്ന് സർക്കാർ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ചാണ് പുതിയ നിർദ്ദേശം. ഇത് സംബന്ധിച്ച സർക്കുലർ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്തെ എല്ലാ സ്വകാര്യ കമ്പനികളും തങ്ങളുടെ ജീവനക്കാരുടെ മെയ് മാസത്തിലെ ശമ്പളം മെയ് 25 മുമ്പായി വിതരണം ചെയ്യണമെന്ന് സർക്കുലറിൽ പറയുന്നു. ഒമാനിലെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും ഈ സർക്കുലർ ബാധകമാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ശമ്പളം നൽകി പൂർത്തിയാക്കണമെന്നും ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഈ വർഷത്തെ ബലിപ്പെരുന്നാൾ മെയ് 27-നാണ്. സംസ്ഥാന ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സംരംഭ വികസന പദ്ധതി രൂപീകരിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും പദ്ധതി നടപ്പാക്കും. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിലവിലെ വരുമാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപയും പവന് 320 രൂപയും കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന് 14,620 രൂപയും 1 പവന് 1,16,960 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണ വിലയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 1 ഗ്രാമിന് 12,010 രൂപയും പവന് 96,080 രൂപയുമായി. വെള്ളി 285 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.